ഷാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരു ഉത്സവത്തിന് കൊടിയേറ്റമാണ്. ഇപ്പോൾ ആനയോട്ടമൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. എന്നാൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് കൊടിയേറ്റത്തിൻ്റെ തലേ ദിവസമാണ്. അതുകൊണ്ട് ഏത് ആനയാണ് ജയിച്ചത് എന്ന് എനിക്കിന്ന് പറയാൻ സാധിക്കില്ല കേട്ടോ. പക്ഷേ അതൊക്കെ ഷോർട്സ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി അല്ലേ. എന്തായാലും ഇന്നത്തെ ഈ ഒരു ഫുൾ വീഡിയോയിൽ നമുക്കതൊന്നും ഉൾപ്പെടുത്താൻ സാധിക്കില്ല. തലേ ദിവസം ഷൂട്ട് ചെയ്ത് വയ്ക്കുകയാണ് എന്നുള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറയാം. ഇന്ന് സഹസ്രകലശമായിരുന്നു. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ തലേ ദിവസം സഹസ്രകലശമായിരുന്നു. അപ്പോൾ ആ കലശം ആടുന്ന ചടങ്ങൊക്കെ കാണാൻ സാധിച്ചു. കലശം ആടുന്നത് ഒറ്റ കലശമായിട്ട് ആടുന്നതും അതിനുശേഷം ബ്രഹ്മകലശം എഴുന്നള്ളിക്കുന്നതും ഒക്കെ കാണാൻ സാധിച്ചു. മനസ്സ് നിറഞ്ഞ് കണ്ടു, തൊഴുത് നമസ്കരിച്ചു. അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും. കുഞ്ഞുണ്ണികൃഷ്ണൻ, വളരെ കുഞ്ഞുണ്ണികൃഷ്ണൻ 4 തൃക്കൈകളോട് കൂടിയിട്ട് ആ ദേവകി വസുദേവന്മാർക്ക് എങ്ങനെയാണോ ദർശനം കൊടുത്തത് അതുപോലത്തെ ഉണ്ണികൃഷ്ണനായിട്ടാണ് നമുക്ക് തോന്നുക കേട്ടോ. 4 വയസ്സൊന്നും ആയിണ്ടാവില്ല, 2 വയസ്സേ ആയിണ്ടാവുള്ളൂ. എന്നാൽ 4 തൃക്കൈകൾ ഉണ്ടേനും. എന്തൊരു സുന്ദരനായിട്ടായിരിക്കണ്ടായിരുന്നത്. ഉണ്ണീകൃഷ്ണ, പനിയും ചുമയും ഒന്നും വരാതിരിക്കണേ ഉണ്ണിക്ക് എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമ്മളെല്ലാവരും. കാരണം 1000 കലശക്കുടങ്ങളാണ് തലയിലൂടെ ഇങ്ങനെ അഭിഷേകം ചെയ്തിട്ടത് അല്ലേ. അപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണന് പനിയോ ചുമയോ ജലദോഷമോ ഒന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അനേകം അമ്മമാരുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഈ കാണുന്ന പോലെയൊന്നുമല്ല നീ. ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നത് ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ചില ആളുകൾക്കുണ്ടല്ലോ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവരെ തന്നെ മറന്നു പോകണം, അത്രയ്ക്ക് സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അമ്മമാർ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും, എൻ്റെ ഉണ്ണിക്ക് ഒന്നും വരുത്തരുതേ എന്ന്. ആരോടാ പ്രാർത്ഥിക്കുക? ഉണ്ണിയോട് തന്നെ, അല്ലാതെ ആരോടാ അല്ലേ. എന്തായാലും അങ്ങനെ ഒരു ചടങ്ങ് കാണാൻ സാധിച്ചു. അത് മാത്രമല്ല, ഇനിയിപ്പോൾ അതിനുശേഷം തിരുവമ്പാടി അമ്പലത്തിലും പാറമേക്കാവ് അമ്പലത്തിലും ഒക്കെ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവമ്പാടി അമ്പലത്തിലും ഇതുപോലെ തന്നെ ഇന്നത്തെ ദിവസം, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഫെബ്രുവരി 28-ാം തീയതി തന്നെയാണ് കൊടിയേറ്റം വരുന്നത്. 8 ദിവസത്തെ ഉത്സവമാണ്. പാറമേക്കാവും അതെ 8 ദിവസത്തെ ഉത്സവമാണ്. പക്ഷേ കൊടിയേറ്റം മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി വരെയാണ് അവിടെ ഉത്സവം നടക്കുന്നത്. ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെയൊക്കെ ഒരു സമയമാണ് അല്ലേ. 2 സ്ഥലത്ത് നന്നായിട്ട് കണ്ടു തൊഴാൻ സാധിച്ചു. അതും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. സന്ധ്യാസമയത്ത് ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലല്ലേ. അത് ഇന്ന അമ്പലം എന്നൊന്നുമില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്പലം ഏതാണോ ആ അമ്പലത്തിൽ പോയിരുന്ന് നമ്മൾ ഒന്നും വേണ്ട, വെറുതെ അവിടെ പോയിരുന്നാൽ തന്നെ നമുക്ക് എന്താ പറയുകയെന്നറിയില്ല, അത്ര സന്തോഷമാവും അല്ലേ. അപ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ ഉത്സവത്തിൽ അല്ലെങ്കിൽ തിരു ഉത്സവത്തിന് പങ്കെടുക്കാൻ എല്ലാവരെയും വീണ്ടും 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 ഓർമ്മിപ്പിക്കുക കേട്ടോ. ക്ഷണിക്കാൻ ഞാനാരാ ചോദിച്ചാൽ ഞാനും നിങ്ങളും ഒക്കെ ഒരുപോലെയാണ്, എനിക്കറിയാം. പക്ഷെ എന്നാലും മടിച്ചിരിക്കാതെ ഓടി വന്നോളൂ എന്നാട്ടോ ഞാൻ പറയണേ. കാരണം തിരക്കുണ്ടാവില്ല ഈ സവിതയെ, ബുദ്ധിമുട്ടാവും തിരക്കിൽ വന്നാൽ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ അമ്മമാരുണ്ട്. അവരോട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഉത്സവമല്ലേ, ഒരു ദിവസമെങ്കിലും നമ്മൾ ഒന്ന് പങ്കെടുത്തില്ല വെച്ചാൽ ഉണ്ണിക്ക് എന്താ തോന്നുക? കുറച്ചൊക്കെ ഒരു വിരോധം ഉണ്ടാവുന്നേ. എൻ്റെ ഉത്സവമായിട്ട് അമ്മ എന്താ കാണാൻ വരാനി എന്ന് ചോദിച്ചാൽ എന്താ പറയുക നമ്മൾ? അതുകൊണ്ട് വേഗം ഓടി വന്നോളൂ. ഇനി തിരക്കല്ലേ ഉണ്ണിയെ കാണാൻ സാധിക്കുമോ ചോദിച്ചാൽ, ഉണ്ണികൃഷ്ണനുണ്ടല്ലോ ഉത്സവം ഇങ്ങോട്ട് തുടങ്ങിയാൽ എവിടേക്കോ ഓടി നടക്കുക നിശ്ചല്യ. ആ കഷ്ണം നുറുക്കുന്ന കലോറയുടെ അവിടെ, കഞ്ഞി വിളമ്പുന്നിടത്ത് എന്തായാലും ഉണ്ടായിരിക്കും. ആനപ്പുറത്ത് കയറാതെ തരല്ല, എപ്പോഴും ആനപ്പുറത്തായിരിക്കും. വാദ്യഘോഷങ്ങൾ നടക്കണം, ആ ചെണ്ടമേളക്കാരുടെ ഇടയിലൂടെ ഓടി നടക്കണം എന്നാ. ആനയ്ക്ക് പട്ടയൊക്കെ കറക്റ്റായിട്ട് കിട്ടണില്ലേ, വിശക്കണമൊന്നുമില്ലല്ലോ എന്ന് അന്വേഷിക്കാൻ ഓടി അങ്ങടെത്തണം. അത് മാത്രമല്ല, ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് തിളച്ചിട്ടുണ്ടല്ലോ, ഓട്ടത്തിലൊക്കെ വിജയിയായിട്ടുള്ള ആ ആനയുടെ കാര്യങ്ങൾ ആരാ നോക്കുക? ഞാൻ തന്നെ വേണ്ടേ അത് നോക്കാനും. ഓടി അങ്ങോട്ടൊന്ന് ചെല്ലും. കുഴപ്പമൊന്നുമില്ലല്ലോ, വികൃതിയൊന്നും കാണിക്കാൻ തോന്നണില്ലല്ലോ എന്നൊന്ന് അവിടെ പറയും. ആ സമയത്താണ് പ്രസാദമുറിയിൽ ചന്ദനം കൊടുക്കണ കണ്ടത്. അവർക്ക് കുറച്ചുകൂടി തീർത്ഥം കൊടുക്കണം കേട്ടോ. ആ കുട്ടിയുടെ കയ്യിലേക്ക് ചന്ദനം ഇട്ടതൊക്കെ താഴെ പോയി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടാവും കാണുന്നു. ആ സമയത്താണ് ചോറ് കൊടുക്കാൻ വന്നിരിക്കുന്ന അമ്മമാരുടെ കയ്യിലിരുന്ന് കുഞ്ഞു വാവകൾ കരഞ്ഞു പൊളിക്കണ്ടായിരിക്കും. അപ്പോഴോ ഫീഡിങ് റൂം കാണിച്ചു കൊടുക്കാൻ ഞാനല്ലാണ്ട് ഇവിടെ ആരാ ഉണ്ടാവുക? അപ്പം ഏതെങ്കിലും ഒരു കാവൽക്കാരൻ്റെ രൂപത്തിൽ അവിടെ പോയിട്ട് പറയും, ഈ
ഇവിടെ ഇരുന്ന് പാല് കൊടുത്തോളൂ കേട്ടോന്ന്. അപ്പം അതിനും ഞാൻ തന്നെ എത്തണം. എവിടെയാ ഓടി എത്തേണ്ടത് നിശ്ചയില്ല. അങ്ങനെ ഓടി നടക്കുന്നുണ്ടാവും. അപ്പം ശ്രീലകത്ത് തന്നെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇവിടെ എല്ലായിടത്തും അത് നമുക്ക് പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. ഓടി ഇങ്ങോട്ട് വരികയേ വേണ്ടു. നമുക്ക് ശരിക്കും മനസ്സിലാവും ഉണ്ണികൃഷ്ണൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഓടി 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 നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് സമയം കളയാതെ ഓടി വന്നോളൂ. ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. കുറേ പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ ചോദ്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ട ചോദ്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. മോളെ, ഗർഭിണികൾ നെയ്യ് സേവിക്കുന്ന വീഡിയോ ഒന്ന് റീപോസ്റ്റ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജീവ് കാർത്തികേയൻ. വേറെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. ഞാനത് ഒരു തവണ പോസ്റ്റ് ചെയ്ത കാരണം പിന്നെ അത് വിട്ടതാണ്. അപ്പോൾ റീപോസ്റ്റ് ചെയ്യുമോ ചോദിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും പറയാതെ പറ്റില്ലല്ലോ. 3 മാസം, 5 മാസം, 7 മാസം ഈ മാസങ്ങളിൽ, ഒറ്റ മാസങ്ങളിലാണ് സാധാരണ ഗർഭിണികൾ ഈ നെയ്യ് സേവിക്കുക എന്നുള്ള ചടങ്ങുകൾക്ക് തിരഞ്ഞെടുക്കാറുള്ളത്. അത് 3 ദിവസം, 7 ദിവസം, 12 ദിവസം എത്ര വേണം എന്നുള്ളത് അതും ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ. ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും സദ്ബുദ്ധിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് ചെയ്യാറുള്ളത് അമ്മമാർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നെയ്ജപം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചീട്ടാക്കേണ്ടത്. 10 രൂപയാണ് ചീട്ടാക്കാൻ വേണ്ടത്. രാവിലെ 6:45 ശിവേലിക്ക് ശേഷം നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ പുറകുവശത്തായിട്ടിരിക്കുന്ന മേൽശാന്തിയുടെ അടുത്തുനിന്ന് ഈ നെയ്ജപത്തിൻ്റെ പ്രസാദം വാങ്ങാൻ കിട്ടും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നെയ്ജപത്തിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 സ്പൂണോളം ജപിച്ച വെണ്ണയാണ് കേട്ടോ. ആ വെണ്ണ ഒരു ഇലയിൽ കെട്ടി പൊതിഞ്ഞ രീതിയിലാണ് നമുക്ക് കിട്ടുക. അത് വെറും വയറ്റിൽ സേവിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് വേറൊരാൾക്ക് വാങ്ങി കൊണ്ടുകൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ കൊണ്ടുകൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, അത് വാങ്ങി അപ്പം തന്നെ സേവിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അത് കൊണ്ടുപോകണമെങ്കിൽ അത് ഫ്രീസ് ചെയ്ത് കൊണ്ടുപോകൊക്കെ വേണ്ടി വരും കേട്ടോ. പെട്ടെന്ന് ഒരുക്കി പോവും. ഇല മാത്രമായി പോകും നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഒരു 3rd പേഴ്സൺ വന്ന് വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. വെറും വയറ്റിലാണ് സ്വീകരിക്കേണ്ടത്. നാമം ചൊല്ലി, സന്താനഗോപാല മന്ത്രം ചൊല്ലി, കിഴക്കോട്ട് തിരിഞ്ഞ് എന്താ പറയുക, ഒറ്റ തവണയായിട്ട് അങ്ങോട്ട് സ്വീകരിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ ചടങ്ങ് എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ബിന്ദു സന്തോഷ് എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് സവിത, എൻ്റെ ഗ്രാൻഡ് സൺ, അതായത് പേരക്കുട്ടി, ഫുഡ് കഴിക്കുന്നില്ല. അതായത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒന്നും കഴിക്കില്ല. ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് കഴിക്കും. ചോറ് കൊടുക്കുമ്പോൾ തുപ്പിക്കളയാണ്. നാരായണീയം വായിക്കാറുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിവേദ്യ ചോറ് ഷീട്ടാക്കി വാങ്ങി ആ മോനെ കൊണ്ട് കഴിപ്പിക്കും. അതിനുശേഷം അവൻ ഒരിക്കലും വാശി പിടിക്കില്ല, ചോറുണ്ണില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പനെ നേദിച്ച നിവേദ്യ ചോറ് വാങ്ങി അവനെ കഴിപ്പിച്ചോളൂ. അപ്പോൾ ആ പ്രശ്നം തീരൂ കേട്ടോ. അടുത്തതായിട്ട് പത്മകുമാർ എന്ന ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അനിയത്തി ടൈലർ ഷോപ്പ് നടത്താണ്. മാർച്ച് മാസം ഗുരുവായൂർ വരുന്നുണ്ട്. ഉടയാട തയ്ച്ചു കൊണ്ടുവന്നാൽ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ പറ്റുമോ? ദയവായി മറുപടി പറഞ്ഞു തരണേ എന്നാണ് കേട്ടോ. അങ്ങനെ സമർപ്പിക്കുകയാണെങ്കിൽ ശ്രീലകത്തേക്ക് എടുക്കാറില്ല. സമർപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ഗുരുവായൂരപ്പന് കൊണ്ടുപോയി കൊടുക്കാം. പക്ഷേ ശ്രീലകത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം തയ്ച്ചതൊന്നും ശ്രീലകത്തേക്ക് എടുക്കാറില്ല. അതായത് തുന്നിയതൊന്നും എടുക്കാറില്ല. പുതിയ വസ്ത്രങ്ങൾ എടുക്കാറുണ്ടെങ്കിലും തുന്നിയതൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി കൊണ്ടുവന്ന് സമർപ്പിക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് തൂണുമല കൃഷ്ണനെ, അതായത് അവിടെ ശില്പങ്ങളുണ്ടല്ലോ, അനേകം ശില്പങ്ങൾ, അതിലേതെങ്കിലും ശില്പത്തിനൊക്കെ ചാർത്താൻ സാധിക്കുന്നേ ഉള്ളൂ കേട്ടോ. നാലമ്പലത്തിന്, അതായത് ശ്രീലകത്തേക്ക് എടുക്കില്ല. അടുത്തതായിട്ട് ഷാലു എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, ജീവിതത്തിൽ ഒന്നിലും ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ആകെ നിരാശയും പ്രയാസവുമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേച്ചി? ദയവായി എൻ്റെ കമൻറ്റിനൊന്നും മറുപടി പറഞ്ഞു തരുമോ എന്നാണ്. എന്തിനാണ് നിരാശപ്പെടുന്നത്? എന്തിനാണ് ആകെ പ്രയാസപ്പെട്ട് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പ്രയാസപ്പെടുമ്പോഴും നിരാശപ്പെടുമ്പോഴും ഒന്നേ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. ഓൾവേസ് ഹീസ് ബീങ് വിത്ത് us. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാ സമയത്തും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. അതിൽ ഒരു സംശയവും ഇല്ല. ശ്രീ ഗുരുവായൂരപ്പൻ ഓൾവേസ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത്, അത് എത്ര പൊട്ടത്തരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത് അതെല്ലാം ഗുരുവായൂരപ്പനോട് ഷെയർ ചെയ്യൂ. ഗുരുവായൂരപ്പനോട് വാക്കാൽ പറയുകയാണ് വേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് സംസാരിക്കുക. ഉണ്ണി കൃഷ്ണ, ഇന്ന് ഇന്ന രീതിയിലൊക്കെയാണ് എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത്, അങ്ങനെ സംസാരിക്കാം. അതല്ലെങ്കിൽ ഒരു കത്ത് എഴുതാൻ ശ്രമിക്കൂ കേട്ടോ ഗുരുവായൂരപ്പന്.
എനിക്ക് പുതുതായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ഞാൻ 2, 3 പ്രാവശ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. നമുക്ക് വല്ലാത്ത പ്രയാസം വരുമ്പോൾ ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് ഒരു കത്തയക്കും. ഇവിടെ അവിടെ എല്ലാവർക്കും സുഖമാണോ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് എന്നൊക്കെ പറയുമെങ്കിലും സുഖമുണ്ടാവില്ല. അങ്ങനെ ഒരു കത്തൊക്കെ നമ്മൾ അയക്കാറുണ്ട്. ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മൊബൈൽ എടുക്കും. ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്കൊന്ന് മെസ്സേജ് അയക്കും. ഹായ്, സുഖാണോ? എന്ത് പറയുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫോർമൽ അല്ലാതെ ആൾക്കാരാണെങ്കിൽ നമ്മൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നു, ഞാൻ നിന്നെ ഒന്ന് വിളിച്ചാൽ ശരിയാവുമെന്ന് തോന്നണേ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, അങ്ങനെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട് ഇല്ലേ? ഇതൊക്കെ നമ്മുടെ ഉണ്ണികൃഷ്ണനോടായാൽ എന്താ വിരോധം? അപ്പോൾ ഉടനെ തന്നെ മൊബൈൽ എടുത്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ അപ്പുറത്ത് ഒരു നമ്പർ ഉണ്ടാവില്ല അല്ലെ? അതിന് പകരമായിട്ട് ആ പഴയ കാലത്തെ പോലെ ഒരു പേപ്പർ എടുത്ത് പേന എടുത്ത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ വിശദമായിട്ടൊരു കത്തായിട്ട് എഴുതാം. ചില ആളുകൾക്ക് നല്ല നല്ല വാക്കുകളിൽ എഴുതാനാണ് അറിയാം. പറയാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് അവർക്ക് എഴുതാൻ അറിയാം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊരു കത്ത് എഴുതി നോക്കൂ ഉണ്ണികൃഷ്ണന് കൊടുക്കാനായിട്ട്. എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ഉണ്ണികൃഷ്ണനിൽ അർപ്പിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതിയാൽ ഒരുപാട് സമാധാനം കിട്ടും. ഇനി അതല്ല, പറയാനാണ് തോന്നുന്നത് എങ്കിൽ ഇരുന്ന് അങ്ങോട്ട് സംസാരിക്കുക. അതിന് ഒരു സമയം അല്ലെങ്കിൽ ഒരു സ്ഥലം അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഇരുന്നിട്ടായാലും മതി, ഉണ്ണികൃഷ്ണന്റെ കൈ പിടിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു നോക്കൂ. എവിടേക്കാ നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ പോയെന്ന് നമുക്ക് പോലും മനസ്സിലാവില്ല. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ മനസ്സിനിങ്ങനെ എന്താ പറയാ, ഒരു സൂത്തനിങ് ഫീലിംഗ് എന്നൊക്കെ പറയില്ല, അത്രയും നല്ലൊരു ഫീലായി ഒരു മൈൻഡൊക്കെ റിഫ്രഷ് ആയ പോലെ തോന്നും. ഈ പ്രയാസങ്ങളും ഈ ബുദ്ധിമുട്ടുകളും നിരാശയും ഒക്കെ എവിടേക്കാ പോയെന്ന് അറിയാത്ത രീതിയിൽ മാറ്റിത്തരും നമ്മുടെ ഉണ്ണികൃഷ്ണൻ. പിന്നെ നിരാശപ്പെടുന്നത് മിക്കവാറും ആളുകൾ ആശ നശിക്കുമ്പോൾ അല്ലെങ്കിൽ ആശ നടക്കാതെ വരുമ്പോൾ, അതല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്താഗ്രഹങ്ങളും നടക്കുന്നേ, ഏതാഗ്രഹങ്ങളും നടക്കുന്നേ. അത് ഗുരുവായൂരപ്പനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പൊ ഇന്ന് പറഞ്ഞ ആഗ്രഹം ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടാവട്ടോ നടക്കണേ. ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണത്. ഞാൻ ഏതാണ്ട് ഒരു 20 വയസ്സിൽ മോഹിച്ച ഒരു കാര്യം ഇന്നാണ് എനിക്ക് സാധ്യമായത്. അത് സാധ്യമായിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കണത്, ഇത് ഞാൻ പണ്ടെപ്പോഴോ ഗുരുവായൂരപ്പനോട് ആവശ്യപ്പെട്ട കാര്യമാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നേ. കാത്തിരുന്നാലും ഗുരുവായൂരപ്പൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരുത്താത്ത ഏതാഗ്രഹവും നിങ്ങൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞോളൂ. ഗുരുവായൂരപ്പൻ എന്താ പറയാ, മോഹവിനാശകനാണ് ഗുരുവായൂരപ്പൻ. മോഹം നടത്തി തരുന്നവനും ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഗുരുവായൂരപ്പനോട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മനസ്സിനൊക്കെ ശാന്തത നൽകാൻ പറഞ്ഞോളൂ. സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും. ഗുരുവായൂരപ്പൻ കൂടെ ഉള്ളപ്പോൾ എന്തിനാ അങ്ങനെ വിഷമിക്കണം? സന്തോഷമായിട്ടിരിക്കൂ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കൂ. ചിരിച്ചിരിക്കുന്ന, വയറ് നിറയെ ആഹാരം കഴിച്ച, വളരെ സന്തോഷപൂർവ്വം നല്ല നല്ല വേഷങ്ങളോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വരുന്ന ആളുകളോട് നമ്മുടെ ഉണ്ണികൃഷ്ണന് പ്രത്യേക ഇഷ്ടമുണ്ട്. അത് മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പൊ എല്ലാ പ്രയാസങ്ങളും മാറും കേട്ടോ. അപ്പോൾ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കുറേ ചോദ്യങ്ങൾ വീണ്ടും ഉണ്ട് തോന്നുന്നു അല്ലേ? ഓക്കെ. സജിത് എന്നൊരു ഭക്തനാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇതുവരെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് കണ്ണനെ കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് അവിടെ വന്ന് കണ്ണനെ കാണണം എന്നുള്ളത്. അവിടെ വന്ന് റൂം എടുക്കുന്നതിന് വലിയ പൈസയാകുമോ? മറുപടി തരണേ എന്ന്. റൂമിന്റെ പൈസയുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. കുറഞ്ഞ ചിലവിൽ റൂം കിട്ടുന്ന അനേകം സ്ഥലങ്ങളുണ്ട്. പക്ഷെ അത് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഡോർമെറ്ററി സൗകര്യങ്ങൾ മാത്രമല്ല, അതല്ലെങ്കിൽ റൂം എടുക്കാതെ നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ഇവിടെ. എങ്ങനെയാ അങ്ങനെ നിൽക്കുക ചോദിച്ചാൽ, വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ വസ്തുക്കളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വരിയിൽ നിന്ന് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത്, ഇനിയിപ്പോൾ രാത്രി കാലങ്ങളിൽ കഴിച്ചുവിട്ടുണ്ടെങ്കിൽ നടക്കിൽ തന്നെ ഇരുന്നു കൊണ്ട് 24 hours നമ്മളുടെ ഈ ഒരു ക്ലോക്ക് റൂം സംവിധാനം വരുന്നത്. അപ്പൊ അടുത്ത ബസ് നിങ്ങളുടെ രാവിലെ നേരത്തെ എപ്പോഴാണോ ബസ്, ആ സമയത്തേക്ക് ക്ലോക്ക് റൂമിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് അതിനിടയിൽ ഒന്ന് ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് മാത്രം യൂസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ നടയിൽ തന്നെ കഴിച്ചു കൂട്ടണം. വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് ക്ഷേത്രത്തിന്റെ വളരെ അടുത്ത പരിസരങ്ങളിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. കുറെ ദൂരത്തേക്ക് പോയിട്ട് ഞാൻ ഗുരുവായൂരല്ലേ എന്ന് വിചാരിക്കരുത് കേട്ടോ. ക്ഷേത്രത്തിന്റെ 4 നടയിൽ, അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള, നമുക്ക് കൊടിമരം കാണാൻ പറ്റുന്ന അത്ര ദൂരത്ത് അവിടെ മാത്രമായിട്ട് കഴിച്ചു കൂട്ടിയിട്ട് അങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ.
അത് ഏത് വേണം എന്നുള്ളതൊക്കെ ഭക്തന്റെ ഇഷ്ടമാണ്. പിന്നെ ഈ ആഗ്രഹം ഉണ്ടല്ലോ, ഗുരുവായൂരപ്പനെ കാണണം എന്നുള്ള ആഗ്രഹം, ഇത് അതിതീവ്രമായി ആഗ്രഹിക്കുക മാത്രം ചെയ്താൽ പോരാ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥനയായിട്ട് എനിക്ക് ഇന്ന് എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കണേ എന്ന് പറഞ്ഞോളൂ. ഗുരുവായൂരപ്പനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കും കേട്ടോ. ഇത് അനേകം ആളുകളുടെ, അനേകം ഭക്തന്മാരുടെ അനുഭവമാണ് ഈ പറയുന്നത്. ഗുരുവായൂരപ്പനോട് ഒരാഗ്രഹം, ഭഗവാനെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. എനിക്ക് കാണുക മാത്രമല്ല കേട്ടോ, ഇവിടെ വരാൻ പറ്റി, പ്രസാദം ഇട്ട് കഴിക്കാൻ പറ്റി, ഞാൻ വിചാരിച്ച വഴിപാടുകളെല്ലാം നടത്താൻ പറ്റിയെന്ന് എത്ര പേരാണെന്നറിയോ മെസ്സേജ് അയക്കണേ. ഇന്നും കൂടി ഞാൻ അങ്ങനത്തെ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേ വേണ്ടൂ, ഗുരുവായൂരപ്പനോടൊന്ന് പറയേ വേണ്ടൂ. ബാക്കി എല്ലാം എല്ലാം അദ്ദേഹമാണ്. നോക്കൂ, നമ്മളുടെ കയ്യെ പിടിച്ച് നമ്മളുടെ കൂടെ നടക്കുന്ന നമ്മളുടെ ഏറ്റവും വലിയ രക്ഷാധികാരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. നമ്മളെ ഒരാപത്തിനും വിട്ടുകൊടുക്കാതെ, ഒരമ്മ ഉണ്ടായ കുഞ്ഞിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, ആ കുഞ്ഞിനൊന്നും അറിയില്ല. മലർന്ന് കിടന്ന് കരയാനല്ലാതെ അതിനൊന്നും അറിയില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ ഒരമ്മ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും? സമയാസമയത്തിന് പാല് കൊടുത്തും ഉറക്കം വരും. ഇപ്പൊ ചില അമ്മമാര് പറയും, കുട്ടികൾ കരയുമ്പോൾ, കരയുണ്ട് കുഞ്ഞെന്താ കരയണേന്ന് അറിയില്ല, അത് ഉറക്കം വന്നിട്ടാന്ന് പറയും ഇല്ലേ. ചില അമ്മമാര് പറയും അത് പാല് കുടിക്കാഞ്ഞിട്ടാണ്, വയറ് വിശന്നിട്ടാണ്. അത് ചില അമ്മമാര് പറയും ഗ്യാസ് കയറിയിട്ടാണ്, ഒന്ന് പുറത്ത് തട്ടിയാൽ മതി. ഇതൊക്കെ ഇവർക്ക് എങ്ങനെയാ അറിയുക? ഈ അമ്മമാരോട് ഈ കുട്ടികൾ ഇതൊക്കെ പറയുണ്ടോ? കൃത്യമായിട്ട് അത് സെൻസ് ചെയ്യാൻ ആ അമ്മമാർക്ക് കഴിയും. ഇതേമാതിരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. നമ്മളെ എപ്പോഴും കൈപിടിച്ചു കൊണ്ട് നടത്തുന്ന നമ്മുടെ സർവരക്ഷാധികാരിയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ പ്രായത്തിൽ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം, ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, എപ്പോഴും എന്താ പറയുക, ഒരു സേഫ് സോൺ എന്ന് പറയില്ലേ, അതിലാണ് നമ്മൾ. അങ്ങനെ തന്നെ വിശ്വസിക്കണം കേട്ടോ. ഇപ്പോഴും നമുക്ക് ഒരാപത്തും വരില്ല. നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ മാധവനുണ്ട്, നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ട്, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനുണ്ട്. അപ്പൊ എന്തിനാ പേടിക്കണേ? ഒന്നിനും പേടിക്കണ്ട. നേരെ ഇപ്പൊ നമ്മുടെ തലയിലെല്ലാം ആകാശവും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന് വെറുതെ തോന്നുക, ഒന്നും ഉണ്ടാവില്ല. ആ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തി ചെറുവിരലിൽ 7 ദിവസം പൊക്കി നിന്ന ആ ഉണ്ണികൃഷ്ണനാണോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുക? വിഷ സർപ്പമായിട്ടുള്ള കാളിയൻ പാമ്പിന്റെ അനേകം തലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നൃത്തം ചെയ്തവനാണോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുക? ഈ നൃത്തത്തിന്റെ ഇടയിൽ ഒരു കൈ കൊണ്ട് കാളിയന്റെ ആ ഒരു വാല് പിടിച്ച് ഒറ്റ കൈ കൊണ്ട് മാത്രം 7 തുളകളുള്ള ആ ഒരു എന്താ പറയുക, മുരളിക, വേണുഗാനം, അത് ചെയ്യാൻ ഭഗവാനല്ലാതെ വേറെ ആർക്കാ പറ്റുക? ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഭഗവാനാണോ? നമ്മുടെ ഈ നിസ്സാരമായിട്ടുള്ള കാര്യം, ശകടാസുരന്റെ രൂപത്തിൽ വണ്ടിയുടെ അസുരനായിട്ട് വന്ന ആ അസുരനെ നിമിഷ നേരം കൊണ്ട് ഒറ്റ തട്ടിനെ ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞ നമ്മുടെ ഉണ്ണികൃഷ്ണനാണോ ഇത് ഇത്ര വലിയ പ്രശ്നമായിട്ട് വരിക? പൂതന, ജനിച്ച് ഏതാനും ചില ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഉണ്ണികൃഷ്ണനെ കൊല്ലാൻ വന്ന പൂതനെ നിമിഷ നേരം കൊണ്ട് സുഖമായിട്ട് വധിച്ച നമ്മുടെ ഉണ്ണികൃഷ്ണനാണോ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുക? ഉണ്ണികൃഷ്ണൻ യോഗേശ്വരനാണ്. അദ്ദേഹത്തിനാൽ സാധ്യമല്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് വിശ്വസിച്ച് നാമം ജപിക്കൂ. ഗുരുവായൂരപ്പൻ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ ആണെന്ന് ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ഉത്സവ വിശേഷങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഉത്സവത്തിന്റെ എല്ലാ ആശംസകളും എല്ലാവരോടും പറയുന്നു. ഒപ്പം എത്രത്തോളം നിങ്ങളിലേക്ക് ഉത്സവം എത്തിക്കാൻ സാധിക്കുമോ അത്രയും ഉത്സവ വിശേഷങ്ങൾ എത്തിക്കാൻ സാധിക്കട്ടെ. അതിന് ഗുരുവായൂരപ്പനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.